ആരെങ്കിലും നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതെ പോകുന്ന മാറ്റിവെക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? അവിടെ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? മസ്തിഷ്കത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രമേയം. പറയുന്നത് ഇങ്ങനെയാണ്: ഡൂയിങ് ഇൻട്രസ്റ്റഡ് ടാസ്ക് ബിൽഡ്സ് എ ഡിസിപ്ലിൻ ബ്രെയിൻ, റെസ്പോൺസിബിൾ ലൈഫ് ആൻഡ് സ്ട്രോങ് ക്യാരക്ടർ. പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നത് ഒരു ജോലി പൂർത്തിയാക്കാതിരിക്കുക മാത്രമല്ല, അത് മസ്തിഷ്കത്തെയും ബോധത്തെയും മാറ്റിവെക്കലിലേക്ക് പരിശീലിപ്പിക്കുന്നു. അപൂർണ പ്രവൃത്തികൾ ആത്മവിശ്വാസവും വിശ്വാസ്യതയും കുറയ്ക്കുന്നു. കൊളംബസ് ദർശന പ്രകാരം വാക്കും പ്രവൃത്തിയും യോജിക്കുമ്പോഴാണ് ബോധം ശക്തമാകുന്നത്. ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന ശീലമാണ് മഹത്തായ വ്യക്തിത്വത്തിന്റെയും ജീവിത സാഫല്യത്തിന്റെയും അടിത്തറ. ഇതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ആരെങ്കിലും ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചു, അത് നമ്മൾ ചെയ്യുക എന്നുള്ളത് ഒരു മിനിമം ഉത്തരവാദിത്തമാണ്. പലപ്പോഴും പലരും ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാനാവും. അപ്പൊ യാദർശികമായിട്ട് മറന്നു പോകുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിന് തനിക്ക് കിട്ടിയ ഒരു ദൗത്യത്തെ ബോധ്യപ്പെടാതെ അതിനെ മാറ്റിവെക്കുന്ന സ്വഭാവം ചെറിയ കാലം മുതൽ തന്നെ പലരും ശീലിച്ചു വന്നിട്ടുണ്ട്. പല കുട്ടികൾക്കും ഇത് വളരെ ചുരുക്കം കുട്ടികൾക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്യുന്ന സ്വഭാവമുള്ളത്. ബാക്കിയുള്ളവരൊക്കെ തന്നെ അതിൽ നിന്നും മാറിപ്പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാനാവും. പലപ്പോഴും പല കാര്യങ്ങളും പൂർത്തിയാകാതെ പോകുന്നത് നമുക്കത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണോ, അതോ ചെയ്യാതെ പോകാൻ പാകത്തിൽ നമ്മൾ മസ്തിഷ്കത്തെ പരിശീലിപ്പിക്കുന്നത് കൊണ്ടാണോ എന്നൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ മാറ്റിവെക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് മസ്തിഷ്കത്തില്? ഈ നമ്മുടെ ഓരോ തീരുമാനവും മസ്തിഷ്കത്തിൽ ഒരു പുതിയ നാഡീ സഞ്ചാരധാര അല്ലെങ്കിൽ ന്യൂറൽ പാത്വേ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതോടുകൂടി അത് നടപ്പിലാക്കാനുള്ള ഒരു ലൈനിങ് ഉണ്ടാവും. അപ്പോ നമ്മളത് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ വർക്ക് ചെയ്ത് തെളിഞ്ഞങ്ങ് വരും. നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്തോറും അത് തെളിഞ്ഞു വരും. പിന്നെ അത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. പക്ഷെ ഒരു പ്രാവശ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അതൊരു ഹാബിറ്റായി മാറേണ്ട കാര്യമില്ല. അത് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ തന്നെ ഈ ഒരു ട്രാക്ക് ഉണ്ടാക്കിയിട്ട് ഈ ഡിസിഷൻ എക്സിക്യൂട്ട് ചെയ്യാതെ പോയാൽ അവിടെ ഈ ഒരു ധാര എന്ന് പറയുന്നത് വെറും ഒരു ജലരേഖയായിട്ട് അവിടെ നിൽക്കും. എന്നുവെച്ചാൽ വെറുതെ ഒരു പാറ്റേൺ അവിടെ ഉണ്ടാവുന്നു. അപൂർണമായ ഒരു പാറ്റേൺ, ഇൻകംപ്ലീറ്റ് പാറ്റേൺ എന്നുള്ള ആ ഒരു അവസ്ഥ അവിടെ അവശേഷിക്കും. ഇതൊരു പാറ്റേൺ ആണ്, ഇൻകംപ്ലീറ്റ്. അതായത് ഇത്ര മണിക്ക് അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇത് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ പോകുന്നു എന്നുള്ള ഒരു പാറ്റേൺ അവിടെ ഇങ്ങനെ ഒരു ന്യൂറൽ പാത്വേ ആയിട്ട് അവിടെ ഉണ്ടാവും. ഈ പാത്വേ അവിടെ ഉണ്ടായത് എന്തിനാണ്? അത് വികസിച്ച് എക്സിക്യൂട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്, ആ കാര്യത്തെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഫാക്കൽറ്റികൾ ഇതിനെ തുടർന്ന് ഡെവലപ്പ് ചെയ്ത് വരേണ്ടതുണ്ട്. ഈ പാത്വേ ഉണ്ടായതിനെ തുടർന്ന് അവിടെ ഡെവലപ്പ് ചെയ്ത് വരേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ഈ അപൂർണമായിട്ടുള്ള ഒരു പാറ്റേൺ അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് പ്രവർത്തനം ആരംഭിക്കാനുള്ള ശേഷി ക്രമേണ കുറയും. നമ്മളൊരു കാര്യം മാറ്റിവെച്ചു, അല്ലെങ്കിൽ നമ്മൾ ആ സംഭവത്തെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം തുടങ്ങാനുള്ള ഏതൊരു കാര്യവും പുതിയൊരു കാര്യം ആരംഭിക്കാനുള്ള ശേഷി കുറയും. മാത്രമല്ല, ഈ അപൂർണമായിട്ടുള്ള ജോലികൾ ഉണ്ടല്ലോ, നമുക്കൊരു ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഏറ്റിട്ടുണ്ട്. ആ ഏറ്റ കാര്യങ്ങൾ ചെയ്യാതെ വന്നതിന്റെ ഭാരം മനസ്സിലുണ്ടാവുകയും ചെയ്യും. അപ്പോ ശരീരത്തിന് ഈ കാര്യം ചെയ്തില്ല എന്നുള്ള തോന്നല്, മനസ്സിന് ചെയ്യാനുള്ള ആ ഒരു നിർദ്ദേശം അവിടെയുണ്ട്, ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ. നമ്മളിപ്പോ നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഈ കീബോർഡിലൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ വേർഡിലൊക്കെ ടെക്സ്റ്റ് ഡോക്യുമെന്റുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ Ctrl+C അടിച്ചിട്ട് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്യാതിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ഇവിടെ നിൽക്കും.
ചിലപ്പോൾ പേസ്റ്റ് ചെയ്യേണ്ടി വരില്ല. പേസ്റ്റ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയോ ഒരു ബാധ്യതയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇത് നിത്യജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യത്തിൽ നമ്മളൊരു കാര്യം ഏറ്റു, അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെയ്തില്ല എന്നുള്ള കാര്യം നമ്മുടെ ഉള്ളില് ഭാരമായി നിൽക്കുന്നത്. നമുക്കത് ഓർമ്മയായിട്ടല്ല നിൽക്കുന്നത്, ഭാരമായിട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് എന്തോ ഒരു കാര്യം, എന്തോ ഒരു നെഗറ്റീവ് സംഭവം നമ്മുടെ ജീവിതത്തിൽ തടസ്സം വന്നതുപോലെ ഒരു ഫീൽ അവിടെ ഉണ്ടാവും. നമ്മൾ ഒരു കാര്യമാണോ മാറ്റിവെക്കുക? സാധാരണ അല്ല. പലപ്പോഴും ഈ സ്വഭാവമുള്ള ആളുകൾ പല കാര്യങ്ങളും മാറ്റിവെക്കും. ഈ പല കാര്യങ്ങളും മാറ്റിവെക്കുമ്പോൾ ചെയ്യാൻ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഷർ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ എന്നാ പിന്നെ ചെയ്താൽ പോരെ, പക്ഷെ ചെയ്യില്ല. എന്തുകൊണ്ടാണ് ചെയ്യാതെ പോകുന്നത്? അതാണ് അവിടുത്തെ ഒരു പ്രധാന ചോദ്യം. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ആ ചെയ്യേണ്ട ടാസ്കിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഏത് ടാസ്ക് ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഒരു ടാസ്കിന്റെ പ്രാധാന്യം മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളതാണ്. അത് അതിലൊരു കാര്യം എന്ന് പറയുന്നത്, കൃത്യമായിട്ട് ഈ കാര്യത്തെ മനസ്സിലാക്കിയാൽ പോലും, അല്ലെങ്കിൽ ഇന്നത് ചെയ്യേണ്ടതാണെങ്കിൽ പോലും അത് ചെയ്ത് വിജയിപ്പിക്കില്ലെങ്കിൽ, അത് ചെയ്ത് വിജയിച്ചില്ലെങ്കിൽ അത് പരാജയപ്പെട്ടു പോകുമെന്നുള്ള പരാജയ ഭയം. അതുപോലെ തന്നെ നമുക്ക് ഇത് പൂർണ്ണമാക്കാൻ കഴിയില്ല. അതായത് വിജയിപ്പിക്കുമ്പോൾ മുഴുവനായിട്ടും വിജയിപ്പിക്കണം എന്നുള്ള തോന്നല് നമുക്കുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ചെയ്ത് പൂർത്തീകരിക്കണം. പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ പൂർത്തീകരിക്കുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു അവസ്ഥ, പൂർത്തീകരിക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇതിന്റെ ഭയം. അപ്പൊ ഇത് തുടങ്ങാൻ തന്നെ നമുക്ക് തോന്നാതെ വരും. അപ്പോ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഡിഫിക്കൽറ്റി, മെന്റൽ ഡിഫിക്കൽറ്റി മാറ്റാനായിട്ട് ഉടനടി സുഖം നൽകുന്നത്, അത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നൽകുന്ന കാര്യങ്ങൾ മനസ്സിനെ ആകർഷിക്കും. ഉടനടി ചെയ്യുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് വെച്ചാൽ മൊബൈലാണ്. മൊബൈൽ എടുത്തിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി അവിടെ ഇരിക്കുക, നമ്മൾ ഇത് തോണ്ടിക്കൊണ്ടിരിക്കുക. എന്തിനാ തോണ്ടുന്നത് നമുക്ക് തന്നെ അറിയില്ല, പക്ഷെ നമ്മളത് തോണ്ടിക്കൊണ്ടിരിക്കുക. കാരണം കംഫർട്ടബിൾ ആണ്, അവിടെ സീറ്റിംഗ് കംഫർട്ടബിൾ ആണ്, നമുക്ക് സ്ട്രെസ് ഇല്ല, മറ്റു കാര്യങ്ങളില്ല. ഇതിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടുന്ന സമയത്ത് ആ സന്തോഷം കിട്ടാതെ വരുന്ന മറ്റു കാര്യങ്ങൾ, നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ പാലിക്കുക എന്നുള്ള കാര്യത്തിൽ അവിടെ വർക്ക് ചെയ്യാണ്ടാവും ആവും. അവിടെ എന്ന് വെച്ചാൽ അച്ചടക്കമുള്ള ശീലങ്ങൾ രൂപപ്പെട്ടിട്ടില്ലാത്തവർക്കാണ് ഈ സംഭവം പ്രധാനമായിട്ട് ഉണ്ടാവുക. അച്ചടക്കം എന്ന് വെച്ചാൽ അറിയില്ല, ഒരു ഫ്രെയിമിനകത്തൂടെ ജീവിതത്തെ കൊണ്ടുപോകുവാനുള്ള പരിശീലനം. അതായത് ശീലനം കിട്ടിയവർക്ക് മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. ശീലനം കിട്ടാത്തവർക്ക്, അതായത് ഇപ്പോ ആധുനിക ലോകത്ത് ഇപ്പോ കുട്ടികളൊക്കെ വളരുന്ന സമയത്ത് ഈ കുട്ടികളെ ചിട്ടയിലൂടെ കൊണ്ടുപോവുക എന്നുള്ളത് മാതാപിതാക്കൾ വിചാരിച്ചാലും പണ്ടത്തെ പോലെ തല്ലി വളർത്തുന്ന പരിപാടിയില്ല. സ്കൂളില് ടീച്ചേഴ്സ് തല്ലുന്ന പരിപാടിയില്ല. തല്ലിയാൽ അത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. എന്തിനാണ് തല്ലിയിരുന്നത്? ഈ തല്ലിനെ പേടിച്ചിട്ടാണ് പലപ്പോഴും കുട്ടികൾ പല കാര്യങ്ങളും ചെയ്യുക. ആ പേടി കൊണ്ട് അത് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ പേടി എന്നുള്ള സാധനം പോകും. ഇപ്പോ എന്റെയൊക്കെ തലമുറയിൽപ്പെട്ട ആളുകള് ചെറിയ കാലത്ത് തല്ല് കിട്ടിയപ്പോ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് എന്റെ ജീവിതത്തിൽ ഈ ചിട്ട കൊണ്ടുവന്നത് എന്റെ ഇന്ന മാഷാണ്, അല്ലെ എന്റെ അച്ഛനാണ്, എന്റെ അമ്മയാണ് എന്ന രീതിയിലേക്ക് നമ്മളതിന് ഗ്രേറ്റ്ഫുൾ ആകാറുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് അത് പറയാനില്ല. കാരണം എന്താ? അവർക്ക് അങ്ങനെ ഒരു കണ്ടീഷനില്ല. ഈ തല്ലണം, തല്ലി ബുദ്ധിമുട്ടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. തല്ലിലൂടെ അല്ലെങ്കിൽ ശക്തമായ നിഷ്കർഷയിലൂടെ ഒരാളത് ചെയ്യുന്നു, അതിനെ തുടർന്ന് വരുന്ന ആളുകൾ, ഇപ്പൊ ഏട്ടന്മാർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അനിയന്മാരും ആ വഴിയിലേക്ക് പോകാൻ നിർബന്ധിതരാകും. അപ്പോ അങ്ങനെയാണ് അച്ചടക്കം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ ഈ സംഘപരത എന്നുള്ളൊരു അവസ്ഥയുണ്ടെങ്കിൽ സംഘമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ അതിനകത്തേക്ക് ചെന്നുപെടും. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഒരു വീട് ഉണ്ടെങ്കിൽ ആ വീട്ടിലെ 4 അംഗങ്ങൾ 4 വഴിക്കാണ് പോകുക. 4 തരം ധർമ്മങ്ങൾ കൊണ്ട് ഒരു വീട്ടിൽ താമസിക്കുകയാണ് ചെയ്യുക. 4 തരം ജോലികൾ, 4 തരം കാഴ്ചപ്പാട്, 4 തരം അറിവുകൾ, 4 തരം ബന്ധങ്ങൾ, വ്യക്തിപരതയുടെ ഒരു അവസ്ഥയാണ്. അവിടെ ശീലങ്ങൾ രൂപപ്പെടാൻ ഒരു പൊതുശീലമില്ലാത്തത് കൊണ്ട് തന്നെ ശീലങ്ങൾ രൂപപ്പെടുക ബുദ്ധിമുട്ടാണ്. അവിടേക്ക് ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ അടിച്ച് ഏൽപ്പിക്കലോ ഇല്ലാത്തത് കൊണ്ട്, അത് അടിമത്താണെന്ന് നമ്മൾ ഇപ്പൊ വ്യാഖ്യാനിക്കുന്നത്. അടിമത്തം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഹാബിറ്റിലേക്ക് പോകില്ല. ശരിക്കും ശേഷിക്കുറവല്ല, ബോധത്തിന്റെ ക്രമക്കുറവാണ് ഇതിന്റെ പ്രധാന കാരണം. ഈ എന്താ പറയാ, നമ്മൾ ഒരു കാര്യത്തെ ഇൻസ്ട്രക്ഷൻ കിട്ടിയാലും നമ്മൾ ഫോളോ ചെയ്യാത്തതിന്റെ കാരണം, ശീലങ്ങളില്ലാത്തത് ആണ് നമ്മുടെ ക്രമക്കേടിന് കാരണം. ആ ക്രമക്കുറവാണ് ഈ നമ്മളെ പരാജയ ഭീതിയിലേക്കും
ജോലി കംപ്ലീറ്റ് ആക്കാൻ കഴിയായികയിലേക്കും ഒക്കെ കൊണ്ടെത്തുന്നു. ഇവിടെ ഇതൊരു മാറ്റിവെക്കൽ എന്നുള്ള ശീലത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നമ്മള് ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു പുതിയ ക്രമത്തിലേക്ക്, പുതിയ ശീലത്തിലേക്ക് എത്തുന്നതിന് പകരം ഇത് ഈ വിധത്തിൽ ഒരു ശീലം ഉണ്ടാക്കി വരികയാണ് ചെയ്യുന്നത്. ഓരോ തവണ മാറ്റിവെക്കുമ്പോഴും മസ്തിഷ്കം അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. നമ്മൾ ഒരു കാര്യം കിട്ടി, ഇൻസ്ട്രക്ഷൻ കിട്ടി, ഇതെന്ത് ചെയ്യണം, മാറ്റിവെക്കണം. മാറ്റിവെക്കാനുള്ള ഫാക്കൽറ്റി നമുക്കുണ്ട്, മാറ്റിവെക്കാനുള്ള ശീലം നമുക്കുണ്ട്. അപ്പോ ഇപ്പോ വേണ്ട എന്ന ചിന്ത സ്വാഭാവിക പ്രതികരണമായിട്ട് മാറും. ഇപ്പൊ വേണ്ട, നമുക്കിത് പിന്നീട് ചെയ്യാം. അപ്പൊ അമ്മ നമ്മളോടൊരു കാര്യം പറഞ്ഞു, കുട്ടിയായിരിക്കുമ്പോൾ അമ്മ നമ്മളോടൊരു കാര്യം പറഞ്ഞു, ഇത് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ചെയ്യാം, ഇതൊന്ന് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു, അതവിടെ ഇടും. അമ്മയെ പേടിയുള്ളവരാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടല്ല, ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻ കിട്ടിയ ഉടനെ ചെയ്യും, പക്ഷെ പലപ്പോഴും അത് മാറ്റിവെക്കും. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകുന്നത് ഭയങ്കര എളുപ്പമാണ്. അപ്പൊ ഇത് ഒരു ശീലമായിട്ട് വളർത്തിയെടുക്കുകയാണ് ചെയ്യുക. ഈ ചെറിയ 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 കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് അതൊരു വലിയ സ്വഭാവമായിട്ട്, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഊരിപ്പോകുന്ന ഒരു വലിയ സ്വഭാവമായിട്ട് നമ്മൾ മാറ്റും. എപ്പോഴും ശീലങ്ങൾ എന്ന് പറയുന്നത് ആവർത്തനത്തിലൂടെയാണ് രൂപപ്പെടുത്തുക. അപ്പൊ ഓരോ തവണ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ സ്കിപ്പ് ചെയ്യുമ്പോഴും അതൊരു ശീലമായിട്ട് മാറും. ഈ മസ്തിഷ്കത്തിന്റെ ഈ ഒരു സംവിധാനം ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ഈ മാറുന്നത്? ജോലി ചെയ്യാതെ വിനോദത്തിലേക്ക് പോകുമ്പോൾ ഉടനടി നമുക്ക് സന്തോഷം കിട്ടും, അല്ലെ? ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇപ്പോ നമ്മളൊരു ചോക്ലേറ്റ് തിന്നുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഡോപ്പമിൻ ലെവല് കൂടും. ഈ ഡോപ്പമിൻ ലെവല് കൂടുന്നു പറയുമ്പോൾ അവിടെ കെമിക്കലി ഒരു സാധനം കയറുന്നുണ്ട്. അതിന് പകരം ശരീരത്തിന് ഈസിയാണ്. ഈ ജീവന്റെ ഒരു പ്രധാന സ്വഭാവം എന്ന് വെച്ചാൽ ലോ ഓഫ് ലീസ്റ്റ് എഫേർട്ട് എന്നുള്ള ഒരു കാര്യം പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ലഘുവായിട്ട് ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോൾ സന്തോഷം കിട്ടാൻ എളുപ്പത്തിൽ സാധിക്കുന്ന, ഇപ്പോൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് തിന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരിടത്തേക്ക് നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു, ഇത് നമുക്ക് തരുന്ന ഒരു സുഖം. ആ സുഖം പോലെയല്ല ഒരു പണി ചെയ്യേണ്ടി വരുമ്പോഴത്തെ ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമ്പോൾ ഈ സുഖത്തെ താരതമ്യം ചെയ്യുന്ന സമയത്ത് അത് ഉടനടി സന്തോഷം നൽകും, മറ്റേത് ഉടനടി സന്തോഷം നൽകില്ല. ആ ഉടനടി സന്തോഷം എന്നുള്ള ആ ഒരവസ്ഥ ഈ എളുപ്പ വഴിയെ അതിന്റെ ഒരു പ്രതിഫല സംവിധാനമായിട്ട് മനസ്സിലാക്കും. അപ്പോ ആ പ്രതിഫല സംവിധാനം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന് നമുക്കൊരു റിവാർഡ് കിട്ടണം. ആ കിട്ടുന്ന സമയത്ത് നമ്മൾ ഓക്കെ ആകുന്നു എന്നുള്ളതാണ് ഈ റിവാർഡ് സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രെയിനിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ നമ്മുടെ PSB പ്രാക്ടീസിൽ നമ്മൾ പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാമെന്ന് ആദ്യം തന്നെ തീരുമാനം എടുക്കുക. ഉദാഹരണത്തിന് നമുക്ക് ഇഷ്ടമുള്ളതാണ് പൈനാപ്പിൾ ജ്യൂസ്, ഇഷ്ടമുള്ളതാണ്. നമ്മളൊരു കാര്യം ചെയ്തു തീർത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് കുടിക്കും എന്ന് തീരുമാനിക്കുക. സിമ്പിളാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ആ പൈനാപ്പിൾ കിട്ടുന്നതോടുകൂടി ഈ റിവാർഡ് എന്ന് പറയുന്ന സംഭവം കിട്ടുമ്പോൾ ഈ ചെയ്ത കാര്യത്തിന്റെ ഒരു സമ്പൂർണത ശരീരം അനുഭവിക്കും. അപ്പോ ഈ റിവാർഡ് സിസ്റ്റം കിട്ടാതെ വരുമ്പോൾ, കഠിന പ്രയത്നത്തിനേക്കാളും കൂടുതൽ ഒഴിവാക്കലിന് മുൻഗണന ലഭിക്കുമ്പോൾ, കാരണം നമ്മൾ മാറിയിരിക്കുന്നു, ഒരിടത്ത് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ മൊബൈലിൽ തോണ്ടുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് അവിടെ ഒരു റിവാർഡ് കിട്ടുന്ന സമയത്ത് പ്രവർത്തിക്കാനുള്ള ശേഷി ക്രമേണ കുറയും. ഈ സുഖത്തെ പിന്തുടരുന്ന മനസ്സ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഉള്ളിൽ ശക്തിയല്ല വളർത്തുന്നത്, ശീലമാണ്. നമ്മളിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ സുഖത്തിന്റെ പുറകെ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഈസിനെസ് ആണ്, ലീസ്റ്റ് എഫർട്ട് ആണ്. ആ ലീസ്റ്റ് എഫർട്ട് എന്നുള്ളത് നമുക്കുള്ള ഒരു റിവാർഡായിട്ട് മാറുന്ന സമയത്ത് അത് നമുക്ക് ശക്തി തരില്ല, പകരം നമ്മളെ ശീലമായി കൊണ്ടുപോകും. ഇതുകൊണ്ടുണ്ടാവുന്ന പുലിവാലുകൾ കരുതൊന്നുമല്ല കേട്ടോ. വ്യക്തി ജീവിതത്തിൽ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറയുന്ന വെച്ചാൽ ഭയങ്കരമായിട്ട് കുറയും. നമുക്ക് കാര്യങ്ങള് ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നമുക്ക് എനിക്ക് ചെയ്യാൻ കഴിയുമോ, എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് അത് കഴിയില്ല, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റില്ല, അല്ല എന്നെ കൊണ്ട് ഒരാളോട് സംസാരിക്കാൻ കഴിയില്ല എന്ന ഈ രീതിയിൽ ആത്മവിശ്വാസം കുറയും. ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് എന്താണെന്നറിയാം? കുറ്റബോധം. എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള കുറ്റബോധം. വെളിയിൽ പറയുമൊന്നുമില്ല, നമ്മളെപ്പോഴും നമ്മളെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ ജസ്റ്റിഫൈ ചെയ്യുന്നവരാരാ? ഉള്ളിൽ കുറ്റബോധം ട്രിഗർ ചെയ്യുന്നവർ, അവരാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്. ഈ ആത്മവിശ്വാസത്തിന്റെ കുറവെന്നുള്ളത് കുറ്റബോധം വർദ്ധിപ്പിക്കും. അവർ ജസ്റ്റിഫിക്കേഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. അവരുടെ തീരുമാനങ്ങൾ, അവർ ഏത് കാര്യത്തിലേക്ക് എത്തുകയാണെങ്കിലും അവരുടെ ജീവിതത്തെ വിജയിപ്പിക്കേണ്ട, ജീവിതത്തെ സസ്റ്റെയിൻ ചെയ്യിക്കേണ്ട കാര്യങ്ങളിൽ അവരുടെ തീരുമാനം എന്നുള്ളത് ഒരു അൺസർട്ടൈൻ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇത് കുടുംബജീവിതത്തെ നല്ലപോലെ ബാധിക്കും. കുടുംബത്തില്
വ്യക്തികൾ തമ്മിലുള്ള വിശ്വാസ്യതയെ നല്ലപോലെ ബാധിക്കും. ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി എന്ന രീതിയിലുള്ള വിലയിരുത്തല് കുടുംബത്തിലുള്ളവർ ഇവനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന രീതിയിലേക്ക് മാറും. സത്യത്തിൽ ഇയാളുടെ കുഴപ്പമല്ല, ഇയാളുടെ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. പക്ഷെ കുടുംബത്തിലുള്ള ആളുകൾ അയാളെ അങ്ങ് ഒഴിവാക്കും. ഇയാളോട് പറഞ്ഞിട്ട് അല്ല, അത് നമ്മുടെ കൂട്ടത്തിൽ പെട്ടതല്ല എന്ന രീതിയിൽ. ഇത് തൊഴിൽ ജീവിതത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മുടെ ചാൻസസ് നഷ്ടപ്പെടും. ഇപ്പൊ പഠിക്കാൻ ഉള്ളവരാണെന്ന് വെച്ചാൽ പഠിത്തം എന്നുള്ളതിൽ ചിലപ്പോൾ ഫെയിൽ ആവും, പിന്നീട് പഠിക്കാൻ പറ്റാണ്ട് വരും. തൊഴിലാണെങ്കിൽ ഇപ്പോൾ നല്ല തൊഴിലുകൾ കണ്ടെത്താൻ പറ്റാണ്ടാവും, അതിലൂടെ ഡെവലപ്മെന്റ് എന്നുള്ള സാധ്യമാകാതെ വരും. അവിടെ നമുക്ക് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറയും. നമ്മുടെ വളർച്ച എന്നത് വളരെ സ്ലോ ആവും. ഇത് വെളിയിൽ നടക്കുന്നതൊക്കെ ആണെങ്കിൽ അകത്ത് ബോധത്തിന്റെ തരത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സ്വയം നൽകിയ വാക്കുകൾ, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്, അല്ലെ ഞാൻ ഇന്നത് പാലിക്കും, ഞാൻ നാളെ മുതൽ ചായ കുടി നിർത്തും എന്ന് പറയുന്ന സ്വന്തം വാക്കുകൾ ഉണ്ടല്ലോ, ആ വാക്കുകൾ പാലിക്കാൻ പറ്റാതെ വരും. ഞാൻ നാളെ 8 മണിക്ക് അവിടെ എത്താട്ടോ എന്ന് പറഞ്ഞാൽ 8 മണിക്ക് എത്തൂല. അതായത് നമ്മുടെ വാക്ക് പറയുക എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആ ശേഷി. ഇപ്പൊ നേരത്തെയൊക്കെ നമ്മളിപ്പോ ഒരു 8 മണിക്ക് ഒരു കാര്യം ഒരിടത്ത് ഒരാളോട് എത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 7:45 അവിടെ എത്തും. 15 മിനിറ്റ് റിലാക്സേഷൻ ടൈം കൊടുക്കും. തല പോണ പ്രശ്നമുണ്ടെങ്കിൽ എന്റെ ഫോണിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഈ 15 മിനിറ്റ് മുമ്പ് അവിടെ എത്തുക എന്നുള്ളത്, അത് അവിടെ എത്തിയിരിക്കുന്നുള്ളതാണ്. കമ്മ്യൂണിൽ ജീവിച്ചു തുടങ്ങി കമ്മ്യൂണിലെ ആളുകളായിട്ട് ഇടപെട്ട് കമ്മ്യൂണിൽ വരുന്ന ആളുകൾ ഭൂരിഭാഗം ബുദ്ധിജീവികളായിരിക്കുമല്ലോ. ഈ ബുദ്ധിജീവികളുടെ ക്രമക്കേടിനനുസരിച്ച് ഞാൻ പൊരുത്തമാകാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എന്റെ മസ്തിഷ്കത്തിന് മനസ്സിലായിട്ടുണ്ട്, ഈ പറഞ്ഞ സമയത്ത് ഇവരാരും ഉണ്ടാവില്ല. അങ്ങനെ ഞാനും പതുക്കെ ഡിലേ ആവാൻ തുടങ്ങി. പലപ്പോഴും പോയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള തോന്നൽ എന്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. എന്റെ കൂടെയുള്ള ആളുകളും അതിനൊപ്പം വരാതെ വരുമ്പോൾ ചിലപ്പോൾ നല്ലപോലെ ഡിലേ ആവുകയും ചെയ്യും. പക്ഷെ എന്നാലും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. എനിക്ക് ആ സമയത്ത് ആ പറഞ്ഞ സമയത്ത് അവിടെ എത്തിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മൊത്തം അസ്വസ്ഥതയാണ് ഉണ്ടാവുക. അപ്പോ ഈ ബോധത്തിന്റെ അകത്ത് ഈ മാറ്റം ഉണ്ടാവുന്ന സമയത്ത് സ്വന്തം വാക്കുകൾ പാലിക്കാൻ കഴിയാതെ വരും. നമ്മുടെ സ്വഭാവം വളരെ വീക്കായി തീരും. നമുക്കൊരു ഡിറ്റർമിനേഷൻ ഇല്ലാത്തൊരവസ്ഥയാകും. സ്വഭാവം വളരെ വീക്കായി തീരും. നമ്മുടെ ജീവിതത്തിന്റെ ധർമ്മത്തിൽ നമ്മൾ വളരെ അധികം അകന്നു പോകും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒളിമ്പസ് പറയുന്നതനുസരിച്ച് ബോധത്തിന്റെ ഓരോ പരിശീലനങ്ങളാണ് നമ്മുടെ ഓരോ പ്രവൃത്തി. നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും തന്നെ നമ്മുടെ ബോധത്തെ ട്രെയിൻ ചെയ്യുന്നതാണ്. പറഞ്ഞ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വഭാവത്തെ രൂപീകരിക്കുന്ന ഒരു പരിശീലനമായിട്ട് മാറും. നമ്മുടെ സ്വഭാവം, അതായത് അയാൾ വിശ്വാസ്യതയുള്ളതാണ്, പറഞ്ഞാൽ ചെയ്യും എന്ന കാര്യം നമുക്കും ബോധ്യം വരും, മറ്റുള്ളവർക്കും ബോധ്യം വരും. ആ രീതിയിലുള്ള ഒരു ബോധത്തിന്റെ പരിശീലനമായിട്ട് മാറും. അതൊക്കെ ഉണ്ടാക്കുന്നത് ചെറിയ അച്ചടക്കങ്ങളാണ്. ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ വലിയ വ്യക്തിത്വം അതിനകത്ത് നിന്നാണ് രൂപപ്പെടുക. ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ നെഗ്ലക്ട് ചെയ്യുമ്പോൾ, അത് പ്രത്യേകിച്ച് മൊബൈൽ, കമ്പ്യൂട്ടർ തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ഡിറ്റർമിനേഷനെ, നമ്മുടെ വഴിയെ തിരിക്കുന്ന സമയത്ത് അത് അവിടെ ഉറപ്പായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പോ വലിയ മാറ്റങ്ങളിലേക്ക്, വലിയ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമുക്ക് ഒരിക്കലും ചെല്ലാൻ പറ്റാത്ത രീതിയിൽ മാറ്റം ഉണ്ടാവും. അതായത് ഒരാളുടെ ജീവിതത്തിലെ പുറത്ത് കാണുന്ന ക്രമം എന്ന് പറയുന്നത് അകത്ത് കാണുന്ന ക്രമത്തിന്റെ പ്രതിഫലനമാണ്. അപ്പൊ ഈ അകത്തെ ക്രമം ക്ലിയർ അല്ലാതെ വരുമ്പോൾ, ബോധം അതിനനുസരിച്ച് ശീലിതമല്ലാതെ വരുന്ന സമയത്ത് അത് വെളിപ്പെടില്ല. ഈ ബോധത്തിന്റെ ശക്തി വളരണമെന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. നമ്മൾ കോട്ടക്കാർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയാണ് ഉണ്ടാകുന്നത്. അതുപോലെ കോട്ടക്കാരല്ല, ഒരുപാട് പരിഹാരങ്ങളുണ്ട്. അത് പരിഹാരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരാളെ ഫോൺ ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്നു, ഫോൺ ചെയ്യുക, നമുക്ക് അയാളെ വിളിക്കണം എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ നടക്കൂല. അങ്ങനെ അതായത് ഉടനടി ചെയ്യുന്ന സ്വഭാവമുള്ള ഒരാള്, അങ്ങനെ ശീലിച്ച ഒരാള് ഇത് ഇത്ര മണിക്ക് അയാളെ വിളിക്കണം എന്ന് എഴുതി വെച്ചു, മനസ്സിൽ എഴുതി വെച്ചു എന്നുണ്ടെങ്കിൽ അയാൾക്ക് വിളിക്കാൻ പറ്റും. ആ ശീലമില്ലാത്ത ഒരാൾക്ക് ഫോൺ വിളിക്കണം എന്ന് തോന്നിയാൽ വിളിക്കുക, ഒരു കാര്യം ചെയ്യണം എന്ന് തോന്നിയാൽ ചെയ്യുക, പിന്നീടത്തേക്ക് മാറ്റി വെച്ചാൽ ചെയ്യില്ല. അപ്പൊ തന്നെ ഉടൻ പ്രവർത്തിക്കുക. ഇപ്പൊ ഒരു 1-2 മിനിറ്റിലൊക്കെ ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ അപ്പൊ തന്നെ ഉടൻ ചെയ്യുക. പിന്നീട് എന്നുള്ള വാക്ക് മാറ്റിവെക്കുക. ഞാൻ ചെയ്യാം എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അതെ, ഇതിപ്പോ ചെയ്യേണ്ടി വന്നു, ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയോ, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ ലിങ്ക് ആയിട്ട് അതിനെ മാറ്റിയാൽ മതി. നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ അത്തരം ഒരു ലിങ്ക് ഇട്ടാൽ മതി. ഇത് കഴിഞ്ഞാൽ ഉടനെ
അപ്പൊ ഞാനൊരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മുറ്റത്തൊരു ചെടി മറിഞ്ഞു വീണു. ഈ ചെടിയെ മാറ്റിയിടണം. അപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിച്ചാൽ ഉടനെ എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ അവിടെ അടുത്ത് ഭാവന ചെയ്താൽ മതി. അതങ്ങ് നടക്കും. ലിങ്ക് ചെയ്യാം. പിന്നെ ഈ പലപ്പോഴും ഉണ്ടാവുന്ന പ്രൊക്രാസ്റ്റിനേഷന്റെ ഒരു പ്രാക്ടീസിൽ നമ്മൾ പറയുന്ന ഒരു പ്രധാന കാര്യമാണ് വലിയ ജോലികൾ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മളെ പിൻവലിപ്പിക്കുന്ന നമ്മൾ വലിയ ജോലിയെ കുറിച്ചുള്ള ഭീതിയാണ്. വലിയ ജോലികൾ ചെറിയ 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 ഭാഗമാക്കുക, എന്നിട്ട് ഓരോ ഘട്ടമായിട്ട് പൂർത്തീകരിക്കുക. ഓരോ ഘട്ടത്തിൽ ചെറിയ 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 റിവാർഡുകൾ കൊടുക്കുക. സംഭവിച്ചിങ്ങനെ മുൻപോട്ട് പോകും. പിന്നെ ഞാൻ ഇപ്പൊ ഈ ചെറിയതാക്കിയ മറ്റേ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഈ പ്രവർത്തനത്തിൽ ഓരോന്നിനും ചെറിയ ചെറിയ ക്ലിപ്തമായിട്ടുള്ള സമയം ഞാനൊരു 10 മിനിറ്റിൽ ഇത് പൂർത്തീകരിക്കും. മറ്റേത് ചെയ്യാൻ കുറച്ചുകൂടെ സമയം വേണം. അപ്പൊ അത് ഞാനൊരു 20 മിനിറ്റ് പൂർത്തീകരിക്കും. മനസ്സിൽ ഒരു ടൈം ഷെഡ്യൂൾ ആദ്യം ഉണ്ടാക്കി വെക്കുക. സമയം കൃത്യമായിട്ട് ഓർക്കുക. ഇത് പറ്റുമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓർമ്മയെ ആശ്രയിക്കാതെ ഞാൻ ഇന്ന സമയത്ത് ചെയ്യുക എന്നുള്ളത് ഓർത്തു വെക്കുന്നതിന് പകരം എഴുതി തയ്യാറാക്കുക. പട്ടിക എഴുതി ഉണ്ടാക്കുക. ഞാൻ ഇന്ന സമയത്ത് ചെയ്യും എന്നുള്ള കാര്യം എഴുതി തയ്യാറാക്കുക. പട്ടിക നോക്കി 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 ചെയ്യും. മാറിപ്പോകില്ല. നമ്മൾ ഈ മാനിഫെസ്റ്റേഷന്റെ കാര്യത്തിൽ തിരക്കഥ ഉണ്ടാക്കണം എന്ന് പറയില്ല, അതുപോലെ നമ്മൾ എന്താണോ ഡ്രീം ചെയ്യുന്നത്, നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് നമ്മൾ എഴുതി വെക്കുക. ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറ്റത്തുള്ള സാധനം മാറ്റിയിടാൻ എഴുതി വെക്കാൻ പറ്റില്ല. അവിടെ മനസ്സിൽ തീരുമാനിക്കാനേ പറ്റുള്ളൂ. എങ്കിലും സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം തോന്നുന്ന സമയം എഴുതി വയ്ക്കുക. അപ്പൊ ഈ മാനേജ്മെന്റ് കൃത്യമായിട്ട് നിർവഹിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ ഒരു പോക്കറ്റ് ഒരു പുസ്തകവും പേനയുണ്ടാവും എപ്പോഴും. അവരെന്ത് കാര്യങ്ങൾ കിട്ടിയാലും അവരവിടെ നോട്ട് ചെയ്ത് വയ്ക്കും. അവരുടെ ജീവിതം ചിട്ടയായിരിക്കും. ചിട്ട എന്ന് വെച്ചാൽ നല്ല രീതിയിലെ ചിട്ടയാണ്. ഇപ്പൊ എന്റെ അച്ഛന്റെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ വളരെ ചെറിയ കാലത്ത് 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന കാലത്താണ് അവരുടെ രാജാവിന്റെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോ അക്കൗണ്ടൻസി പഠിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ അന്ന് ശീലിച്ച ശീലം എന്നത് മരിക്കുന്നത് വരെയും, അച്ഛന്റെ മറ്റേ ബോധം കൺട്രോൾ പോകുന്നത് വരെയും അച്ഛൻ സർവ്വ കാര്യങ്ങളെയും അക്കൗണ്ടിങ്ങിലൂടെയാണ് കണക്കാക്കിയത്. എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ചെയ്തു വെക്കും. ഒരിടത്തേക്ക് പോകുന്നു, അതൊക്കെ എഴുതി വെക്കും. പോയി വന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് പൈസ കൊടുത്തു, പൈസ തിരിച്ചു കിട്ടി, ഇത് സമ്പൂർണ്ണമായില്ല, ഏത് കാര്യവും അവിടെ ഡോക്യുമെന്റഡ് ആണ്. അത് അക്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ രീതിയിൽ നമ്മളത് കൃത്യമായിട്ട് ഒരു പട്ടിക തയ്യാറാക്കി വെക്കുക. നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ അഥവാ നമ്മൾ മറന്നാലും നമുക്കവിടെ റെഫർ ചെയ്യാൻ പറ്റും, ജസ്റ്റ് പോയി നോക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡെയിലി ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ അച്ഛനൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതായത് എന്ത് കാര്യങ്ങൾ ചെയ്തു, എന്ത് സമ്പൂർണ്ണമാക്കി എന്നുള്ളത് ഇന്ന് ഇവാലുവേറ്റ് ചെയ്യും. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം പൂർത്തിയായില്ലെങ്കിൽ അത് എന്തുകൊണ്ട് പൂർത്തിയായില്ല അവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചു. അപ്പോ ഈ വിധത്തിൽ ഡെയിലി ഇവാലുവേഷൻ ഉള്ളത് നല്ലതാണ്. പിന്നെ നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഇതൊരു ഹാബിറ്റ് ആണെന്ന്, ഒരു പാറ്റേൺ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യും. ഞാനൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യും എന്ന രീതിയിലുള്ള കണക്ഷൻ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതായത് വാക്കും പ്രവൃത്തിയും ഒന്നാകുമ്പോഴാണ് വ്യക്തിത്വം ശക്തമാകുന്നതെന്നാണ് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ മനസ്സിലാക്കുക, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് സമയം പാലിക്കൽ എന്നുള്ളത് മാത്രമല്ല, അത് മസ്തിഷ്കത്തെ പുനർനിർമ്മിക്കുന്ന, മസ്തിഷ്കത്തെ ക്ലിയർ ആക്കി എടുക്കുന്ന ഒരു പരിശീലനമാണ്. അത് നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതാണ്. സ്വഭാവത്തെ രൂപപ്പെടുത്തുന്ന കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്, ഒരു ഡിസിപ്ലിൻ ആണെന്ന് പറയാം. അത് നമ്മുടെ എന്താ പറയാ, ജീവിതത്തെ രൂപപ്പെടുത്തുന്ന, നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു ജീവിതക്രമം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ആ ക്രമത്തിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മളെ കൊണ്ട് നല്ല വിശ്വാസം വരും. നമ്മളൊരു വിശ്വാസ്യതയുള്ള, ഇന്റഗ്രിറ്റി ഉള്ള ഒരാളായിട്ട് മാറും. അത് നമ്മുടെ ബോധത്തെയാണ് നമ്മൾ സത്യത്തിൽ ക്രമപ്പെടുത്തുന്നത്. ചെറിയ ചെറിയ പ്രവർത്തികളിലൂടെ അതിനെ സ്ഥിരമായിട്ട് കാര്യങ്ങൾ ചെയ്ത്, അതിനെ ഡോക്യുമെന്റ് ചെയ്ത്, അതിനെ മോണിറ്റർ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി തീരാൻ കഴിയും. ഇതൊരു കുഴപ്പമല്ല, നമ്മുടെ ജീവിതത്തിലെ ഒരു ക്രമക്കേടാണ്. ഈ ക്രമത്തെ ശരിപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. ഇതൊരു രോഗമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇതിനെ ക്രമപ്പെടുത്തുക എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. അപ്പോ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഒരാൾ നിങ്ങളോട് ഒരു കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ച് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു പാറ്റേൺ ഉള്ളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ബോധക്രമം മാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളെയും ബാധിക്കും. അതുകൊണ്ട് അത് തിരുത്താനുള്ള വഴികൾ ഇന്ന് തന്നെ നോക്കുക. ഇനി അത് ക്രമത്തിലാണ് പോകുന്നത്
ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആ ക്രമം മറ്റുള്ളവർക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതുവഴി ഈ ഒരു രീതിയിലേക്ക് വരിക. നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന സമയത്ത്, ഒരു ഇക്കോ വില്ലേജ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ആളുകൾക്ക് ഈ ഒരു കാര്യം, അതായത് നമ്മുടെ കൃത്യമായ ഒബീഡിയൻസ് ഉണ്ടാവുക, ഫോളോ അപ്പ് ഉണ്ടാവുക, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുക എന്നുള്ളത് വളരെയേറെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ സംസാരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് നിരീക്ഷിക്കുക. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.